ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ തോമസ് നായകനെ അഭിനയിച്ചിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന അനുരാജ് മനോഹറാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് അബിൻ ജോസഫാണ്. പറയുകയാണെങ്കിൽ ഈ സിനിമ വേറെ ലെവലാണ് കേട്ടോ. കാരണം തിയേറ്ററിൽ നിന്ന് എന്തായാലും കാണണം. വളരെ റിയലിസ്റ്റിക് ആണ്, റോ ആണ്. കുട്ടികളെ കൊണ്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു. കാരണം ഒരുപാട് ഡിസ്റ്റർബിങ് സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. വളരെ മികച്ച മ്യൂസിക്കാണ് ഈ സിനിമയുടേത്. സിനിമോട്ടോഗ്രാഫി വേറെ ലെവലാണ്, എഡിറ്റിംഗ് വേറെ ലെവലാണ്. പിന്നെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ടൊവിനോ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. ചേരൻ വേറെ ലെവല്. സുരാജേട്ടൻ ആസ് യൂഷ്വൽ സൂപ്പർ. പിന്നെ എന്നതിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയത് ആര്യ സലീം. അവരെ ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്, ചെറിയ ചെറിയ വേഷങ്ങളിൽ. പക്ഷേ ഈ സിനിമയിലെ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. അവരുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ശരി, പെർഫോമൻസ് ആണെങ്കിലും ശരി, അതൊരു മുതലാണ്. അവരെ ഇനി നല്ല രീതിയിൽ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. മലയാള സിനിമയ്ക്ക് അവർ മുതൽക്കൂട്ടായിരിക്കും. പിന്നെ പറയാനാണെങ്കിൽ ജേക്സ് വിജയുടെ മ്യൂസിക് വേറെ ലെവലായിരുന്നു. കാരണം ചില സിറ്റുവേഷനിലൊക്കെ ഉള്ള ബീറ്റ് വരലും അതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സോങ്സ് പ്ലേസ്മെൻറ്റും ഒക്കെ വേറെ ലെവലാണ്. സിനിമയ്ക്ക് ഇഴുകി ചേർന്ന് പോകണം മ്യൂസിക്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഷമീർ മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് വേറെ ലെവലാണ്, നല്ല കട്ട്സായിരുന്നു. സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിജയ് പറയുന്ന ഒരാളാണ്. അയാളുടെ ക്യാമറ വർക്ക് അടിപൊളിയാണ്. ചില നൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ വൈബിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കളർ ഗ്രേഡിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു ഈ സിനിമയുടെ. പിന്നെ എന്താ പറയുക, ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമായിരിക്കും. ഇത് റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തെടുക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് റിയൽ ഇൻസിഡൻറ്റ് ഈ സിനിമയിൽ കാണിച്ചിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ അത് ശരിക്കും നടന്നതാണെന്നാണ് പറയപ്പെടുന്നത്. മുത്തങ്ങ വെടിവെപ്പ് കേസ് ആ സംഭവമാണെന്നാണ് പറയണത്. ഇതിൽ ഈ ക്യാരക്ടറുണ്ട്, ആര്യ സലീം അവതരിപ്പിച്ചിരിക്കുന്ന ജാനു എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളതാണ് അവരെ പറ്റിയിട്ടൊക്കെ. ഞാൻ അവരെ പറ്റി കുറച്ച് വായിച്ചിട്ടൊക്കെ ഉണ്ട്. അവരിവിടെ ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ട് കുടിൽ സമരമൊക്കെ നടത്തിയതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ന്യൂസിലൊക്കെ. എന്തായാലും ശരി, സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. ഞാനിന്ന് കണ്ടു, പടം വേറെ ലെവലായിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന് വരുന്ന റെസ്പോൺസ് എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മാസ് ആക്ഷൻ ഫിലിം ബേസ് ചെയ്തിട്ടല്ല, ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ റോ എടുത്തിരിക്കുന്ന സിനിമയാണ്. മേക്കിംഗ് വൈസ് ആണെങ്കിലും ശരി, ടെക്നിക്കൽ എല്ലാ തരത്തിലും ഈ സിനിമ വേറെ ലെവലാണ്. ഇതിൻ്റെ ഡയലോഗ്സൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അങ്ങനത്തെ ഡയലോഗ്സാണ്, ഒരുപാട് അർത്ഥമുണ്ട് ഈ സിനിമയിലെ ഡയലോഗ്സിന്. അതായത് നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ പോലും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളെക്കുറിച്ചാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.